ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്വയംഭോഗത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളത് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? കുട്ടികളിൽ മാസ്റ്റർബേഷൻ അഡിക്ഷൻ അല്ലെങ്കിൽ വല്ലാണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ എന്താ പറയുക ഇതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അവർക്ക് ബേസിക്കലി അറിയുന്നുണ്ടാവും. അപ്പം ഞാൻ എന്തോ ചെയ്യുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ളവർ കാണാൻ പാടില്ലാത്ത എന്തോ സാധനമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ഉൾവലിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഒരു കുറ്റബോധം എന്നുള്ളത് എപ്പോഴും അവിടെ ഒരു സെക്കൻഡറി ഫാക്ടറായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അവർ ഉൾവലിഞ്ഞിട്ടുണ്ടാകും. അതായത് എന്തൊരു ഫംഗ്ഷന് വിളിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകാൻ വിളിച്ചു കഴിഞ്ഞാലോ കുട്ടികൾക്ക് വരാനുള്ള താല്പര്യം കുറയും. അതുവരെ എൻ്റെ കുട്ടി ഏതൊരു സ്ഥലത്തേക്ക് പോകാനോ ചെയ്യാനോ ഒക്കെ ആയിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, പണ്ടത്തെ പോലെയല്ല. അവർ ഭയങ്കര എന്താ പറയുക, ആരോടും മിണ്ടുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല. എപ്പോഴും ആ നേരെ റൂമിൻ്റെ ഉള്ളിൽ കതകടച്ച് ഫോണുമേലാണ് അല്ലെങ്കിൽ ഗാഡ്ജറ്റുമേലാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി അതിനിങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. മൂന്നെന്ന് പറയുന്നത് അവരറിയാണ്ട് തന്നെ അവരുടെ പ്രൈവറ്റ് ഏരിയാസിൽ അവർ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഈ കുട്ടികൾ പോലും അറിയുന്നുണ്ടാവില്ല അവരവിടെ തൊടുന്നുണ്ട് എന്നുള്ളതോ, അല്ലെങ്കിൽ അവർ ആ പ്രൈവറ്റ് ഏരിയാസിൽ പബ്ലിക്കലി അറിയാണ്ട് പോലും അവരറിയാണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു അഡിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളിൽ കാണാവുന്നതാണ്.